സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ടാം ദതതി കരുണയായേ പ്രൗഢഗംഭീരവാച രമണചരണതീർത്ഥാൻ ദേശികാന്താൻ നമാമഃ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ന ഭൂമിർന തോയം ന തേജോ ന വായുഃ ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ. അനൈകാന്തികത്വാദ് സുഷുപ്ത്യൈകസിദ്ധഃ തതേകോ വശിഷ്ഠ ശിവകേവലോഹം. അജ്ഞാനം ഇല്ലാതാവലാണ് ജ്ഞാനം, സന്യാസം എന്നൊക്കെ പറയണത്. അജ്ഞാനം എന്നാൽ അഹങ്കാരം എന്നർത്ഥം. അഹംവൃത്തി. അഹംവൃത്തി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പ്രൈമൽ ഇഗ്നറൻസ്, ആദ്യത്തെ അവിദ്യ, മൂലാവിദ്യ എന്ന് പറയുന്നത്. അത് അഹങ്കാരമാണ്. ഈ അഹങ്കാരം ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സാധനകളും പദ്ധതികളും ഒക്കെ ഇരിക്കുന്നത്, ഉപാസനയും ഒക്കെ ഇരിക്കുന്നത്. അഹങ്കാര നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ ശരണാഗതി ചെയ്യണത്, വീണ് നമസ്കരിക്കണത്. അതുകൊണ്ട് സ്പിരിച്വൽ ലൈഫ് സാധാരണ ലൗകികം പോലെ പഠിച്ച അറിവല്ല, നല്ല പോലെ നമ്മൾ അറിയണമത്. എന്തെങ്കിലും പഠിച്ച് കിട്ടുന്ന അറിവാണോ, ഏതെങ്കിലും ഗ്രന്ഥം പഠിച്ച് കിട്ടുന്ന അറിവാണോ? ശാസ്ത്രം ഈസ് ഓൺലി റെഫറിങ് ദാറ്റ് സ്റ്റേറ്റ് that which is seen inside us, that which is the real nature of us. ശാസ്ത്രം കാണിച്ചു തരണു, ഇൻസ്ട്രക്റ്റ് ചെയ്യണു എന്നല്ലാതെ ശാസ്ത്രത്തിന് ആ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ആ അനുഭവത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് അതായിട്ട് തന്നെ ഇരിക്കാം. കറ്റ അറിവാൽ ഉണൈനാൻ കണ്ടവൻ പോൽ കൂത്ത് ആടുകിൽ കുറ്റം എൻ നെഞ്ചേ കുതിക്കും പരാപരമേ. അദ്ഭുതമായ ഒരു ശ്ലോകം. കറ്റ അറിവാൽ, പഠിച്ച അറിവ് കൊണ്ട്, എന്തൊക്കെയോ പഠിച്ചു വച്ചിരിക്കണു, എന്തൊക്കെയോ ശാസ്ത്രം പഠിച്ചു വച്ചിരിക്കണു, അറിഞ്ഞു വച്ചിരിക്കണു. ആ അറിവ് കൊണ്ട് കൃത്യമായിട്ട് ശ്രവണം ചെയ്ത് മനനം ചെയ്ത് ഉള്ളിൽ പ്രകാശിക്കാത്തടത്തോളം എന്തൊക്കെയോ പഠിച്ചു വച്ചിട്ട് ഉണൈനാൻ കണ്ടവൻ പോൽ കൂത്ത് ആടുക. ഞാൻ സർവജ്ഞനാണ്, ഞാൻ അറിവ് സമ്പാദിച്ച ആളാണ്, ഞാൻ അറിവുള്ള ആളാണ് എന്ന് ആര് പറയണോ അവൻ്റെ ഉള്ളിൽ കുറ്റം എന്നെഞ്ചേ കുതിക്കും പരാപരമേ. അവൻ്റെ ഉള്ളിൽ അശാന്തി നിലനിന്നുകൊണ്ടേയിരിക്കും. വെളിപടിയായിട്ട് അവന് കുറച്ച് ഭസ്മമൊക്കെ ഇട്ട് ഒരു ലുക്കിലൊക്കെ ഇരുന്ന ആളുകളൊക്കെ പറ്റിക്കാം നമുക്ക്.
നമുക്ക് ഈസിലി വെളിയിലിരിക്കണവരെ പറ്റിക്കാൻ പറ്റും. ഇന്ന് ലോകത്ത് നടക്കുന്നത് മുഴുവൻ അങ്ങനെ കുറേ ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവനവനെ പറ്റിക്കാൻ പറ്റുമോ? എത്രയൊക്കെ വേഷം കെട്ടിയാലും തൻ്റെ നിജസ്വരൂപത്തെ മറന്നു പോകണോ ആരെങ്കിലും? ഏതൊക്കെയോ വേഷത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. കള്ളനായിട്ട് അഭിനയിക്കുന്നുണ്ട്, സത്യസന്ധനായിട്ട് അഭിനയിക്കുന്നുണ്ട്, പോലീസ്. ഇതിനൊക്കെ വലിയ ഉദാഹരണമാണ് ഈ കുട്ടികളൊക്കെ. ഒരു അഭിമാനവൃത്തിയും ഇല്ലാതെ അല്ലേ, പോലീസായാലും കള്ളനായാലും സന്തോഷത്തോടു കൂടി കളിക്കണം. നീ തൊട്ടാൽ അടുത്ത പോലീസ്. ദാറ്റ് ഈസ് കർമ്മ. അല്ലേ? വളരെ ശ്രദ്ധിച്ചാൽ മതി, കുട്ടികളുടെ കളി കൂടെ ശ്രദ്ധിച്ചാൽ മതി. കർമ്മ എന്ന് പറഞ്ഞാൽ ഇന്ന് പോലീസ് ആയിരിക്കണമെന്ന് നാളെ കള്ളനാവും, കള്ളനായിരിക്കണമെന്ന് നാളെ പോലീസാവും. ദിസ് ഈസ് എ ചക്ര, സംസാര ചക്രം എന്ന് പറയണത്. ഇറ്റ് വിൽ റിഫ്ലക്ട് ആൻഡ് ഇറ്റ് വിൽ റിവേഴ്സ്. Everything will happen until you understand your Swarupa, your Nijasthiti. തന്നിഴപ്പൈ എന്നെ കറ്റ് സാധിപ്പേൻ. വലിയൊരു തന്നെ ഇല്ലാതാക്കാൻ, തന്നിഴപ്പ്, ഈ അഹങ്കാരത്തെ എന്തു പഠിച്ചുകൊണ്ട് സാധിക്കും? എന്തു പഠിച്ചാലും, ഒരാൾ അറിവില്ല എന്ന് പറഞ്ഞാലും നമ്മൾ അറിവുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവന് ഒരു അറിവുമില്ല കേട്ടോ. ഹീ വിൽ ട്രൈ ടു ഡു സംതിങ്. എന്തിനാ? അവൻ എനിക്ക് അറിവുണ്ട് എന്ന് കാണിക്കണം. ദാറ്റ് ഈസ് ഇന്ന് മോഡേൺ സയൻസ് മുഴുവൻ അങ്ങനെയാണ്. അറിവുണ്ട് എന്ന് എനിക്ക് കാണിക്കണം, വെളി ഉലകത്തിൽ എനിക്ക് അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വേഷം കെട്ടൽ മുഴുവൻ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എന്തുകൊണ്ട് തോന്നണമെന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് തോന്നണം. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു ആദ്യം ഒന്നും പറഞ്ഞില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു ഡൗട്ടായിട്ട് വന്നു. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, ഇതേ ഡൗട്ട് ഇയാൾ ചോദിച്ചു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അയാൾ ചോദിച്ചിട്ടില്ല, ഇതേ ഡൗട്ട് തന്നെയാണ് ഇയാൾ ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വർഷക്കണക്കായിട്ട് ഗുരുവിൻ്റെ കൂടെ ഉള്ള ആളാണ്. അയാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഗുരു. അപ്പോൾ പറഞ്ഞു, ശരി. വീണ്ടും ഗുരു പറഞ്ഞു, ഇതേ ഡൗട്ടാണ് ഇയാൾ ചോദിച്ചതെന്ന് പറഞ്ഞു. ഇല്ല, നീ ചോദിച്ചിട്ടുണ്ട്. ഇല്ല ഗുരു, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഗുരു ചോദിച്ചു, നീ അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോൾ എന്ത് കുറഞ്ഞു പോയി? വലിയ മോറലാണത്. എന്ന് വെച്ചാൽ അഭിമാനത്തെ ടച്ച് ചെയ്യണം, അഹംവൃത്തിയിൽ ടച്ച് ചെയ്യണം. നാരായണ ഗുരു പോലും പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനത്തിന് ശേഷം ആ പ്രവാഹം, പലതരത്തിലുള്ള കൃതികൾ, വലിയ അത്ഭുതമായ കൃതികളൊക്കെ എഴുതിയിരിക്കണം. അതിലൊരു കൃതിയിൽ പറയാണ്, ഇനിയൊരു അഹന്ത വരാവരം തരേണം. ഇനി വലിയൊരു അഹങ്കാരം വരാത്ത ഒരു വരം തരണം. ഇതാണ് ഭഗവാനോട് നമ്മൾ ചോദിക്കേണ്ട വരം. ഭഗവാനെ, അഹങ്കാരം ഇല്ലാതാക്കി തരണം, അഹങ്കാരത്തെ ഇല്ലാതാക്കണം. ഫോർ ദാറ്റ് പർപ്പസ് ഓൺലി വി ആർ ഗോയിങ് ടു ടെമ്പിൾ. ഈശ്വരനെ നമ്മൾ അമ്പലത്തിൽ കാണാൻ പോകുന്നു, നമസ്കരിക്കണു, ഗുരുനാഥനെ നമസ്കരിക്കണു, ആചാര്യന്മാരെ നമസ്കരിക്കണു. എന്തിനാന്ന് വെച്ചാൽ ഈ അഹങ്കാരം ഒരു തരി ഇരുന്നാൽ ഇത് ശ്രവണം ചെയ്യാൻ പറ്റില്ല. വി വിൽ ലുക്ക് ഹിം, വി വിൽ ലിസൺ ഹിം വിത്ത് നിരീക്ഷണ ബുദ്ധി, ഇവാലുവേറ്റിംഗ് കോൺഷ്യസ്നസ്, ഇവാലുവേഷൻ കോൺഷ്യസ്നസ്. അതുകൊണ്ട് തന്നെ പല ജ്ഞാനികളും പറഞ്ഞിരിക്കുന്നു, നോ ഇവാലുവേഷൻ. ഇഫ് യു നീഡ് ടു ഇവാലുവേറ്റ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്യൂ. നീ എത്രത്തോളം ഉയർന്നു, നീ എത്രത്തോളം ശാന്തനായി, നീ എത്രത്തോളം നന്മ അനുഭവിക്കണു, എത്രത്തോളം സുഖം അനുഭവിക്കണു. ഇവാലുവേറ്റ് ഇറ്റ്. അതർവൈസ് യു കാൺട്ട് judge anybody in this world, because that all are not belonging to you, and you are not at all perfect till you are body. നമ്മളൊരു ശരീരമായിരിക്കും തോറും നമ്മൾ പെർഫെക്റ്റേ അല്ല, ബിക്കോസ് ബോഡി ഈസ് നോട്ട് അറ്റ് ഓൾ പെർഫെക്റ്റ്, മൈൻഡ് ഈസ് നോട്ട് അറ്റ് ഓൾ പെർഫെക്റ്റ്, ബുദ്ധി, intellect is not at all perfect. We all are using in science that intellectually we are saying something in science that is exceptional cases, because intellect cannot work there.
എക്സെപ്ഷണൽ കേസസ് വെരി മച്ച് വി ക്യാൻ സീ. നമുക്ക് എവിടെ കുറേ കാണാം, ഒരുപാട് സ്ഥലത്ത് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അപ്പോൾ ഈ അഹങ്കാര ഉന്മൂലനമാണ് വേണ്ടത്. അഹങ്കാരം ഒബ്ജക്റ്റിഫൈഡ് ആണ്. ഓരോ ഒബ്ജക്റ്റിനെ സാഹങ്കാരസ്യ ദ്രവ്യശ്ച, ഓരോ ദ്രവ്യത്തിലാണ് ഈ അഹങ്കാരം പോയിരിക്കുന്നത്. എൻ്റെ കാറ്, എൻ്റെ ശരീരം, എൻ്റെ വീട്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ഇതൊക്കെയും ഒരു അജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഈ ഭൂമി, ജലം, വായു, എൻ്റെ സ്ഥലം ഒക്കെ ഒരു അഭിമാന വസ്തുക്കളാണ്. ഇതൊന്നും ഞാനേ അല്ല, ഇതൊന്നും ഞാൻ എന്ന് പറയണില്ല. ഈ ഇന്ദ്രിയങ്ങൾ കൂടെ ഞാനല്ല. ഞാൻ തള്ളക്കൂടിയ വിഷയമേ അല്ല, ഞാൻ തള്ളിക്കളയാൻ പറ്റിയ വിഷയമേ അല്ല. ഞാൻ ശുദ്ധ ചൈതന്യം എന്ന് ഒരു ശാസ്ത്രം പറയുമ്പോൾ തന്നെ വി വിൽ ഗെറ്റ് ശാന്തി, ഒരാശ്വാസം അല്ലേ. ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇന്ന രോഗമുണ്ടെന്ന് പറഞ്ഞാൽ ഈ എത്ര മരുന്ന് കഴിച്ചാലും പേടിയായിരിക്കും. അതേ ടൈമിൽ ഒരു ഡോക്ടർ, ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ വന്നിട്ട് നിങ്ങളടുത്ത് പറയാണ് ഒന്നുമില്ല കേട്ടോ, സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ, അതർവൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെയും നമുക്ക് ഒന്നുമില്ലാത്തതുപോലെ നമ്മളിരിക്കും അല്ലേ. ചില രോഗങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഫ്രീ ആയി ഫ്രം ദാറ്റ് രോഗം. അതുകൊണ്ട് ഈ വേദാന്ത ശാസ്ത്രം പറയണു നിങ്ങൾ പൂർണ്ണമാണ്. അത് ജസ്റ്റ് ഒരു ഫിലോസഫിക്കലി എന്തെങ്കിലുമൊക്കെ തെളിയിച്ചു കൂട്ടാൻ ആരൊക്കെയോ എന്തൊക്കെയോ എഴുതണോ, അതുപോലെ പൊയട്രി ആയിട്ട് എഴുതിയതൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പൊയട്രി. രമണ ഭഗവാന്റെ അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചു, ഭഗവാനെ എല്ലാവരും, എല്ലാ ശിവഭക്തന്മാരും ത്യാഗരാജനും ഒക്കെ പാടിതാനെ അടഞ്ഞതു ഭഗവാനെ, എല്ലാം പാടിതാനെ അടഞ്ഞത്. ഈ സ്റ്റേറ്റ് പാടിയാണ് ഈ സ്റ്റേറ്റിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവരെല്ലാം പാടി അടയല പോയി അടഞ്ചത പാടിന. അവരെല്ലാം പാടി അടയല പോയി അടഞ്ചത പാടിന. അവർ ഏതാണോ സിദ്ധമായിരിക്കണ പൊരുൾ അതിനെ അറിഞ്ഞ് വെളിയിൽ പ്രവഹിക്കണു. ഇത് തന്നെയാണ് ശങ്കരാചാര്യനും പ്രവഹിച്ചത്. ശിവക്കേവലോഹം അനൈകാന്തികത്വാത്, അനൈകാന്തികമായിട്ടുള്ളത്, അനിത്യമായിട്ടുള്ളത്, നിത്യമല്ലാത്തതായിട്ടുള്ള പൊരുളിനെയൊക്കെ തള്ളിക്കളഞ്ഞ. അനൈകാന്തികം എന്ന് പറഞ്ഞാൽ ശരീരം, ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ മെനി ഇയേഴ്സ്, ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ സം അവേഴ്സ്. നമുക്കറിയില്ല ഇത് എത്ര കാലം നിൽക്കും. എന്തെങ്കിലും ഒരു നാൾ ഇത് കളഞ്ഞിട്ട് പോകും, നമ്മളെ വിട്ടിട്ട് പോകും. യാജ്ഞവൽക്യൻ സർവത്തിനെയും ഉപേക്ഷിച്ച് പരിവ്രാജനം ചെയ്യാൻ പോകുമ്പോൾ മൈത്രേയി അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, എന്തിനാ ഇതിനൊക്കെ വിടണത്? വൈ യു ആർ റിനൗൺസിങ് എവറിത്തിങ്? അപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു, എന്തിനാ വിടണത് എന്ന് പറഞ്ഞാൽ, ഇത് ഇന്ന് ഞാൻ വിട്ടില്ലെങ്കിൽ, ഇതിൻ്റെ പറ്റ് ഇന്ന് ഞാൻ കളഞ്ഞില്ലെങ്കിൽ ഇത് എന്നെ വിട്ടിട്ട് പോകും. ദാറ്റ് വിൽ മേക്ക് മീ സഫർ. അതെനിക്ക് സഫറിങ് ഉണ്ടാക്കി തരും, എനിക്ക് ദുഃഖമുണ്ടാക്കി തരും. അതുകൊണ്ട് ഇതിനെ നേരത്തെ കണ്ട് അറിഞ്ഞു വിടലാണ്. ദാറ്റ് ഈസ് സമ്യക് ന്യാസം, പരിപൂർണമായിട്ടുള്ള ത്യാഗം. ത്യാഗേനൈകേ അമൃതത്വം ആനശുഹു. ത്യാഗത്തിലൂടെയേ നമുക്ക് അമൃതത്വം ഉണ്ടാവുകയുള്ളൂ. അമൃതത്വം ആണ് ശിവം, അമൃതത്വമാണ് ശാന്തം, അതേ അമൃതത്വമാണ് അദ്വൈതം, രണ്ടില്ലാത്തതായിട്ടുള്ള ശാന്തി സ്ഥിതി നമ്മുടെ സ്വരൂപമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ, ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിഃ, വ്യശേമ ദേവഹിതയ്യതായുഃ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ, സ്വസ്തി നഃ പൂഷാ വിശ്വവേതാഃ, സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ, സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി.
ഭദ്രത്തെ കേട്ടാൽ തന്നെയും വി വിൽ ഗെറ്റ് റിലീഫ്. നല്ലത് കേട്ടാൽ തന്നെയും നമുക്ക് റിലീഫ് കിട്ടും, നല്ലത് കണ്ടാൽ റിലീഫ് കിട്ടും. അതേ ടൈമിൽ ഭദ്രമല്ലാത്തതിനെ, നിത്യമല്ലാത്തതിനെ കാണല്. എങ്ങനെയാ ഭദ്രം കേൾക്കണതെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഞാൻ സ്ഫുരിച്ചുകൊണ്ടിരിക്കണ ആത്മസ്വരൂപത്തിനെ കേൾക്കണം, ഒന്നും കേൾക്കാതിരിക്കല്. ദാറ്റ് ഈസ് ഭദ്രം. മൗനം ഇറ്റ് സെൽഫ് ഇസ് ഭദ്രം. അതുകൊണ്ടാണ് സനകാദികൾക്കൊക്കെ ദക്ഷിണാമൂർത്തി മൗനത്തിലിരുന്നപ്പോൾ മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം, ആ പരബ്രഹ്മതത്വം മൗനത്തിലൂടെ വ്യാഖ്യാനിക്കപ്പെട്ടത്. മൗനമേ വ്യാഖ്യാനമായി മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാ? ആ മൗന ഹിയറിങ്, ഒന്നുമേ കേൾക്കാതിരിക്കൽ എന്ന് വെച്ചാൽ സുഷുപ്തിയിൽ ഏതൊരുത്തരാണോ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി you are not hearing anything like that, consciously you will not hear any abhadram, any nityam, you will not see any anityam. എത്ര അനിത്യം നടന്നാലും കണ്ണു തുറന്നിരുന്നാലും കാണണില്ല, ഒരു വ്യവഹാരവും കാണണില്ല. അങ്ങനെ ഇരുന്നിട്ടുണ്ട് ജനകന്റെ സഭയിൽ. ജനകൻ അങ്ങനെ ഇരിക്കണു. ഈ പരിപൂർണമായിട്ടുള്ള ഈ വ്യവഹാരത്തിലും ഈ ജാഗ്രത്തിലും ഈ ഉണർവിലും ദ്വൈതം പശ്യാമി, ഒരു ദ്വൈതത്തിനെയും കാണണില്ല. തന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുളിനെ കാണണില്ല. അന്യത് പശ്യത്തി നാന്യത് ശൃണോതി അന്യത് വിജാനാതി. അന്യത്തിനെ കാണാതിരിക്കും തോറും ഹീ ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് പൂർണ്ണം. അതുകൊണ്ട് ഈ ദശശ്ലോകി 8 വയസ്സായ കുട്ടി പൂർണ്ണം. അതിനൊരു ഗ്രഡേഷനോ ലെവലോ ഒന്നുമില്ല. ശങ്കരാചാര്യരുടെ ഈ ടീച്ചിങ് ഉണ്ടല്ലോ, 8 വയസ്സായ കുട്ടിയുടെ വായിൽ നിന്നും എന്തു പ്രവഹിച്ചോ അതേ ടീച്ചിങ് തന്നെയാണ് 32 വയസ്സായിട്ട് വേദാന്ത ശാസ്ത്രത്തിനെ ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞു തരണമെന്ന് പത്മപാദർ ഉപദേശം ചോദിച്ചപ്പോഴേ ദശശ്ലോകി ദാറ്റ് ഈസ് പൂർണ്ണ. ഈ ദശശ്ലോകി തന്നെ പൂർണ്ണം. നോട്ട് ദർ ഈസ് നോ ഗ്രഡേഷൻ. അതർ നോളേജസ് ദർ ഈസ് ഗ്രഡേഷൻ. വെളിയിലിരിക്കുന്ന നോളേജിനൊക്കെ ഗ്രഡേഷൻ ഉണ്ട്, ലെവൽ ഉണ്ട്, അച്ചീവ്മെന്റ് ഉണ്ട്. Here is nothing to achieve. You have to leave it. Everything you have to leave it. That is nirvana. Anaikantikatvad sushuptika siddhaha. Le sushuptile naturally we are going to that state. നാച്ചുറലി നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് പോകണു. എങ്ങനെയാ? സർവം മറന്ന്, ശരീരമില്ലാത്ത, മനസ്സില്ലാത്ത, ബുദ്ധി പ്രവർത്തിക്കാതെ, ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യാതെ ഒരു നിജസുഖസ്വരൂപമായിട്ട് നമ്മൾ ഇരിക്കണം. പക്ഷേ വി ആർ നോട്ട് ഐഡൻറ്റിഫൈയിങ് ദാറ്റ് സ്റ്റേറ്റ് ആൻഡ് വി ആർ നോട്ട് അറ്റ് ഓൾ ഏബിൾ ടു ടെൽ എ ക്ലാരിറ്റി അബൌട്ട് ദാറ്റ് സ്റ്റേറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് അൺകോൺഷ്യസ്ലി. ആചാര്യസ്വാമികൾ പറയണത് ജാഗ്രത് സുഷുപ്തി, ജാഗ്രത്തിൽ ഈ സുഷുപ്തി വരണം. എന്ത് സുഖമായിരിക്കല്ലേ. ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം വരണം. ഉറങ്ങിക്കഴിഞ്ഞാൽ എത്ര വിഷമിച്ച രാത്രിയാണെങ്കിലും കൂടെയും ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ദുഃഖത്തിന് പ്രവേശനമേ ഇല്ല. ബിക്കോസ് ദാറ്റ് സ്റ്റേറ്റ് ദർ ഈസ് നോ എൻട്രൻസ് ടു എനി അനിത്യ വസ്തു. Only Satchit Sukham is left there. That Sukham itself is Shivam Mangalam. Shivam എന്ന് പറഞ്ഞാൽ മംഗളം. ഏകഃ ഏവ അവശിഷ്ടഃ തസ്മാത് അന്യകിഞ്ചിതപി നാസ്തി. ഒന്നേ അവിടെ അവശേഷിക്കണുള്ളൂ, അവിടെ അന്യമായിട്ടൊരു പൊരുൾ ഇല്ല. അതാണ് നമ്മുടെ നിജമായ സ്വരൂപം. ആ സ്വരൂപമേ ഞാൻ. അഹം. അഹം എന്ന വാക്കിന് അഹങ്കാരം എന്നല്ല അർത്ഥം. അഹം എന്ന വാക്കിന് പരമേശ്വരൻ എന്ന് തന്നെ അർത്ഥം. നമ അഹംപദ അർത്ഥായ. പരമേശ്വരൻ്റെ ഒരു നാമം അഹംപര അർത്ഥം. അഹംപദത്തിൻ്റെ അർത്ഥമാണ്, ലക്ഷ്യാർത്ഥമാണ് പരമേശ്വരൻ. ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കണതിൽ ഈശ്വരനില്ല, ഒക്കെ നിഷേധം ചെയ്തോളൂ. അവനവനില്ല എന്ന് നോബഡി ക്യാൻ റിജക്ട് ദാറ്റ് സ്റ്റേറ്റ്. ഞാനില്ല എന്ന് പറയാൻ പറ്റില്ല. ഈശ്വരനില്ല പറയാം, വേദമൊന്നും സത്യമല്ല പറയാം, കാണപ്പെടുന്ന പ്രപഞ്ചമൊക്കെ സത്യമല്ല എന്ന് പറയാം. പക്ഷെ ഞാനില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് സത്യം.
അത് തന്നെയാണ് സത്യം. വേറെ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് സത്യം, നിങ്ങളൊക്കെ ഇല്ലാത്തതാണ്, ഇരുട്ടാണ്. അതാണ് സൂത്രഭാഷ്യത്തില് ആചാര്യസ്വാമികൾ പറയണത്, യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയോഹോ വിഷയ വിഷയിണോഹോ തമഃപ്രകാശവത് വിരുദ്ധ സ്വഭാവാത്. നീ ഞാൻ എന്നൊക്കെ പറയണതുണ്ടല്ലോ, ഞാൻ എന്ന് പറയുന്നത് വലിയൊരു പ്രകാശമാണ്, നീ എന്ന് പറയുന്നത് ഒരു ഇരുട്ടാണ്. ഈ വിഷയങ്ങളൊക്കെ ഒരു ഇരുട്ടാണ്. വിഷയിയായിട്ടുള്ള ഞാനുണ്ടല്ലോ പരമവെളിച്ചമാണ്. ഞാൻ ഏതൊരു വിഷയത്തിനെ കാണണോ അതും പ്രകാശമാവണം. ഇരുട്ടിനെ കൂടെ പ്രകാശിപ്പിക്കണോ. തമഃപ്രകാശവത് വിരുദ്ധ സ്വഭാവം. ഇരുട്ടിനെ കൂടെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള വിരുദ്ധ സ്വഭാവമുള്ള ഒരു പൊരുളാണ് ഞാൻ. അഹം പതം എന്ന് പറഞ്ഞാൽ നതത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോ യമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. ഉപനിഷത്ത് is saying that state which is giving support to anything that is very precious, that is very lighteous. പ്രകാശവത്തായ സൂര്യന് കൂടെയും ഈ ഒരു പൊരുളാണ് ആശ്രയം, പ്രകാശം നൽകണത് എന്ന് പറഞ്ഞു. ഇതൊരു ഹയർ വിദ്യയാണ്. ഉപനിഷത്ത് വിദ്യ എന്ന് പറയുന്നത് അനുഭവമാണ്. ശിവം എന്ന് പറയുന്നത് അനുഭവമാണ്. ആനന്ദസ്ഫുരദനുഭവാഭ്യാം, അത് ആനന്ദസ്ഫുരത് അനുഭവാഭ്യം, ആനന്ദമായൊരു അനുഭവമാണ്. അതുകൊണ്ട് ആ അനുഭവം മാത്രമാണ് ഞാൻ. മറ്റൊന്നിനും എനിക്ക് അനുഭവമില്ല, എക്സ്പീരിയൻസ് ഇല്ല. നിത്യനിരന്തരമായിട്ടുള്ള എക്സ്പീരിയൻസ് വി കനോട്ട് സീ, വി കനോട്ട് ടേക്ക് ഫ്രം എനി ഔട്ട്സൈഡ് ഒബ്ജക്റ്റ് ഓർ ബോഡി ഇറ്റ്സെൽഫ്. വെളിയിൽ ഒരു ഒബ്ജക്റ്റിനോ നിത്യത്വമില്ല, ബോഡിക്കും നിത്യത്വമില്ല, ബുദ്ധിക്കോ ശരീരത്തിനോ മനസ്സിനോ ഒന്നും നിത്യത്വമില്ല. നിത്യത്വം നമ്മുടെ സ്വരൂപമാണ്. അതുകൊണ്ട് ആ സ്വരൂപത്തെയാണ് നമ്മൾ ഈ ബോഡിയിൽ ആരോപിക്കുന്നത്. നിത്യനിരന്തരം ഇരിക്കും. എൻ്റെ നിത്യത്വത്തിനെയാണ് ഞാൻ ബോഡിയിൽ ആരോപിച്ചിട്ട് ഇത് നിത്യമായിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ബോഡി നമ്മുടെ സ്വരൂപമല്ല, അത് നിത്യമല്ല, അത് അനിത്യമാണ്. അനിത്യമോ നമ്മുടെ സ്വരൂപമേ അല്ല. എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞാൽ, ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ബോഡിയെ തള്ളിക്കളഞ്ഞാൽ, ഈ പഞ്ചകോശ നിർമ്മിതമായിട്ടുള്ള ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മ തലമായിട്ടുള്ള മനസ്സിനെയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞാൽ, ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? പോയി ലയിപ്പിക്കുക എന്നർത്ഥം, സമർപ്പിക്കും. അത്ര തത്ര സമർപ്പിതം. ഇത് ഉള്ളിൽ പോയി അടങ്ങിയാൽ, ഇൻക്ലൂഡായാൽ, യഥോർണനാഭിഹി സൃജതേ ഗൃഹതേ ച യഥാ പൃഥിവ്യാമോഷധയഃ സംഭവന്തി യഥാ സദാ പുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. എങ്ങനെയാണോ ഒരു ചലന്തി, ഊർണനാഭി എന്ന് പറഞ്ഞ ചലന്തി തൻ പക്കത്തിലിരുന്നിട്ട്, തൻ്റെ അടുത്തിരുന്നിട്ട് ഈ വലയെ നിർമ്മിക്കണു, ഈ വലയെ നിർമ്മിച്ച് ഈ വലയെ തിരിച്ച് തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആകർഷിക്കണോ, അതുപോലെയാണ് ഈ മഹാപുരുഷനായിട്ടുള്ള ഈ അക്ഷരപുരുഷൻ സർവ ലോകത്തിനെയും ഒക്കെ നിർമ്മിച്ചിട്ട് അതിനൊക്കെ തൻ്റെ ഉള്ളിൽ അടക്കി വെക്കുന്നു. യേശ സർവേശ. അതുകൊണ്ട് തന്നെ അതിന് സർവേശ്വരൻ എന്ന് പേര്. യേശ സർവജ്ഞ, അത് സർവജ്ഞനാണ്. യേശോന്തര്യാമി, അത് അന്തര്യാമി തന്നെയാണ്. ഇത് സുഷുപ്തിയിലെ ഒരു ഡെഫിനിഷനാണ്. സുഷുപ്തിയിൽ സർവജ്ഞനാണ്. സുഷുപ്തി നിലയിൽ നമ്മൾ പൂർണ്ണമാണ്, നമ്മൾ സർവജ്ഞനാണ്. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ വി ആർ നോട്ട് അറ്റ് ഓൾ പൂർണ്ണം, വി ആർ നോട്ട് അറ്റ് ഓൾ സർവജ്ഞൻ. ആ നില നമ്മളെ അപൂർണമാണ് എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പൂർണ്ണത്വത്തിനെ നമ്മൾ അറിയണില്ല. എത്ര പണം സമ്പാദിച്ചവരോട് പോയി ചോദിച്ചോളൂ, നിങ്ങൾ പൂർണ്ണമാണോ, നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അവർ പറയില്ല. അവർ അമ്പലത്തിൽ പോയാലും ഒരു വലിയ ലിസ്റ്റുമായിട്ടായിരിക്കും പോണത്.
ഭഗവാന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. വലിയൊരു ആശ്ചര്യം. ഞാൻ എൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു തെക്കത് പോലത്തെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാൻ, ഭഗവാനെ എനിക്ക് കിടക്കാൻ കൂര കൂടെ ഇല്ല, ഒരു കൂര കൂടെ ഇല്ല, എനിക്ക് അത് വയ്ക്കാനുള്ള സഹായം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നോക്കിയപ്പോൾ ഈ തെക്കതുകൾക്കൊക്കെ പൊതുവിൽ മേൽക്കൂരയൊന്നും ഉണ്ടാവില്ല. ഭഗവാനെ സർവ്വവയിലും ഒരിടത്ത് നോക്കൂ, അയാൾ പ്രാർത്ഥിക്കണം ആ ഭഗവാൻ എവിടെയെങ്കിലും പോയി ഒതുങ്ങി നിൽക്കാൻ പറ്റുമോ മഴ പെയ്താൽ? ഇല്ല, പറ്റില്ല. ഭഗവാൻ ഫുൾ ടൈം നനഞ്ഞുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കണു. ഇയാൾ പോയിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം, ഭഗവാനേ ഇല്ല. അപ്പോൾ നോക്കൂ, ബാഹ്യമായിട്ട് ഞാൻ പറയാണ്, ഭഗവാൻ എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന കല്ലൊന്നുമല്ല. പക്ഷെ ബാഹ്യമായിട്ട് പറയണു, നമ്മൾ നമ്മുടെ കുറവുകളെ ഇങ്ങനെ തികട്ടിക്കൊണ്ടേയിരിക്കണം. അത് വലിയ ആളായാലും നല്ല പണക്കാരായാലും ശരി, നല്ല റൂൾ ചെയ്യുന്ന കിങ് ആണെങ്കിലും ശരി. ഇല്ല, അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെയൊക്കെ ഉദാഹരണം അതാണ്. എല്ലാത്തിനെയും വെട്ടിപ്പിടിച്ചു, യുദ്ധം ചെയ്ത് നേടി ഒക്കെ ചെയ്താലും അവസാനം പറഞ്ഞു, എൻ്റെ കൈ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകണത്ര എന്ന് വെച്ചാൽ ഐ എം നോട്ട് ടേക്കിംഗ് എനിത്തിങ്, any substances, even a single drop of water I am not taking, without taking this body also. ഞാൻ ഈ ശരീരം കൂടെ കൊണ്ടുപോകണില്ല, കാരണം 4 പേര് വേണം തൂക്കിക്കൊണ്ടു പോകാൻ. നിഷ്പ്രയാസം ഓടി സർവത്തിനെയും പിടിച്ചടക്കി എന്നെ തൂക്കിക്കൊണ്ടു പോകാൻ ഇപ്പം 4 പേരുടെ സഹായം വേണം. കാരണം ഞാൻ അനിത്യമായിട്ടുള്ള പൊരുളാണെന്ന് കരുതി അതിനു വേണ്ടിയിട്ട് പണിയെടുത്തു. അതോടെ എനിക്ക് ശാന്തിയില്ല. എന്തിലൊക്കെയോ നമ്മൾ അഭിമാനം വച്ചിരിക്കുന്നു. ഈ ശരീരത്തിൽ മാത്രമാണോ നമുക്ക് അഭിമാനം എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ അഭിമാനം, നമ്മൾ ജനിച്ചു വീണ ജാതിയിൽ അഭിമാനം, ഒന്നും വെളിയിൽ കാണിക്കണില്ല, അത്രേ ഉള്ളൂ. എങ്കിലും ഉള്ളിൽ ഇത് നോക്കുന്നു. ഇൻഡയറക്ട്ലി വി വിൽ സ്പീക്ക് അബൌട്ട് ദാറ്റ്. നല്ല ആചാരമായിട്ട് നിൽക്കണവർ മാറും എന്ന് പറഞ്ഞാൽ ഞാനും ആചാരമായിട്ട് നിൽക്കുന്ന ആളാണെന്ന് കാണിക്കും. അല്ലേ, കല്യാണത്തിനൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ ഇൻഡയറക്ട്ലി ചോദിക്കും. ഞാൻ അറിവില്ലാത്തവനാണോ എന്ന് വിചാരിച്ചാൽ ഡയറക്ട്ലി അല്ലാതെ ഇൻഡയറക്ട്ലി അവൻ അറിവുള്ളതായിട്ട് പോയി പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഇന്റലക്ച്വലി സംസാരിക്കുകയോ ചെയ്തിട്ട് അവരുടെ ഉള്ളിലൊരു ബോധ്യം വരുത്തി കൊടുക്കും. ഇത് നമുക്ക് കാണാം. ഇത് സർവത്തിലുമുണ്ട്. ജാതിയിലുണ്ട്, നീതിയിലുണ്ട്, കുലത്തിലുണ്ട്, ഗോത്രത്തിലുണ്ട്, സൂത്രത്തിലുണ്ട്, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കും. നമ്മളെ വർണ്ണത്തിലുണ്ട്, വർണ്ണാശ്രമത്തിലുണ്ട്. അത് നമുക്ക് പൊതുവില് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ ശരീരം എന്ന് മാത്രമല്ല പറയണത്, ഞാൻ ശരീരത്തിനുപരി ഞാൻ പലതിലും പോയി അഭിമാനം വച്ചിരിക്കണം. അതിനെയാണ് ആചാര്യസ്വാമികൾ 2ാമത്തെ ശ്ലോകത്തിൽ, ഞാൻ ഈ പഞ്ചഭൂതമായിട്ടുള്ള ശരീരമല്ല, ഞാൻ പഞ്ചഭൂത മിശ്രമായിട്ടുള്ളതോ അല്ല, ഞാൻ ഇന്ദ്രിയങ്ങളല്ല, ഞാൻ സുഷുപ്തിയിൽ ഒന്നുമല്ലാതെ സിദ്ധമായ ഒരു പൊരുളാണ് ഞാൻ എന്ന് പറഞ്ഞു. അടുത്ത് ശരീരത്തിൻ്റെ വെളിയിൽ, അല്ലേ, വെളിയിൽ നമ്മൾ എന്തിനൊക്കെയോ പിടിച്ചു വച്ചിരിക്കണു. നവർണാശ്രമാചാരധർമാഃ നമേധാരണാധ്യാനയോഗാതയോപി അനാത്മാശ്രയാഹം മമാദ്യാസഹാനാത് തദേകോ വശിഷ്ഠഃ ശിവക്കേവലോഹം. തുടർന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് നാളെ വിചാരം ചെയ്യാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാ